നമസ്കാരം. അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈ എക്സ് പാർട്ടി ഡിവോഴ്സ് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ലീഗൽ നോട്ടീസും സമൻസും തമ്മിലുള്ള വ്യത്യാസം. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, സമൻസ് നമുക്ക് നമ്മളെ ഒരു കോടതിയിൽ നിന്നൊരു സമൻസ് നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പറയുന്ന സമയത്ത് നമ്മൾ ഹാജരായില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് എക്സ് പാർട്ടി ഡിഗ്രിയിലേക്ക് പോകുന്നു. സെയിം തന്നെയാണ് എക്സ് പാർട്ടി ഡിവോഴ്സിന്റെ കാര്യത്തിലും. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മ്യൂച്വൽ ആയിട്ടും കൊടുക്കും, വൺ സൈഡഡ് ആയിട്ടും കൊടുക്കും. വൺ സൈഡഡ് ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുന്നു, കോടതി അത് സ്വീകരിച്ചതിന് ശേഷം എതിർ കക്ഷിക്ക് ഒരു നോട്ടീസ് അയക്കും കോടതിയിൽ നിന്നും, ഇത്രാം തീയതി ഇന്ന സമയത്ത് എത്തണം, ഇന്ന കോടതിയിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുക്കും. അത് ഹാജരായില്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ കൈപ്പറ്റിയിട്ട് ഹാജരാവാത്തതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൊക്കേഷൻ മാറുക, എന്താണെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെറ്റീഷണറിന് അനുകൂലമായിട്ട് കോടതി ഒരു വിധി കൊടുക്കും. അതായത് ഡിവോഴ്സിന്റെ വാലിഡ് ഗ്രൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ, അത് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സ് ഓർഡർ ഈ പെറ്റീഷണർ കൊടുക്കുന്നതാണ്. ഇതിനെയാണ് എക്സ് പാർട്ടി ഡിവോഴ്സ് എന്ന് പറയുന്നത്. കോടതിയുടെ സമൻസ് വന്നാലും ഞാൻ ഹാജരാവുന്നില്ല, ഞാൻ ഒപ്പിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടായിരിക്കാം. ചിലര് ആ സ്ഥലത്ത് ഉണ്ടാവത്തില്ല. പക്ഷെ കോടതി ഇതെല്ലാം ശ്രദ്ധിച്ച്, അതായത് പ്രോപ്പറായിട്ട് സമൻസ് സെർവ് ചെയ്തിട്ടുണ്ടോ, ലൊക്കേഷനിൽ അവരുണ്ടോ, ആ അഡ്രസ് കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഇങ്ങനൊരു വിധി പ്രഖ്യാപിക്കുന്നത്. ഇനി എക്സ് പാർട്ടി ഡിഗ്രി നമ്മുടെ പാർട്ട്ണറിന് എക്സ് പാർട്ടി ഡിഗ്രി കിട്ടിയെന്ന് നമ്മൾ അറിയുന്നു, നമുക്ക് ആ സമയത്ത് കോടതിയിൽ ഹാജരാവാൻ സാധിച്ചിരുന്നില്ല, അതിന് റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് പാർട്ടി സെറ്റിസൈഡ് ചെയ്യാനായിട്ട് കാര്യകാരണ സഹിതം നമ്മൾ എക്സ് പാർട്ടി സെറ്റിസൈഡ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടൊരു പെറ്റീഷൻ കൊടുക്കാം. വിധി വന്ന് 30 ദിവസത്തിനുള്ളിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം. അത് കഴിഞ്ഞ് ഡിലേ കൺട്രോൾ ചെയ്യണമെന്നും പറഞ്ഞിട്ട് അതിനൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. ഇത് ഏകപക്ഷീയമായിട്ടുള്ളൊരു വിധിയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എതിർ കക്ഷിക്ക് അവരുടെ കാര്യം പറയാനും അവരുടെ ഭാഗം ന്യായീകരിക്കാനും ഇന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം പറയുവാനുമുള്ള സമയം കോടതി കൊടുത്തു, അത് അവർ ഹാജരായില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വിധി വരുന്നത്. അത് മാത്രവുമല്ല, ഈ പെറ്റീഷണർ അവർ ഹാജരാകുന്നില്ല എന്നും പറഞ്ഞിട്ട് നീണ്ടുപോയി പെറ്റീഷണറിന്റെ അവകാശങ്ങൾക്ക് ഒരു ഭീഷണിയാവാനും പാടില്ല. അതുകൊണ്ടാണ് പെറ്റീഷണറുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊരു വിധി കോടതി കൊടുക്കുന്നത്.